ഇപ്പൊ ഇതാ ടൗൺ ബ്ലോക്ക് സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത്. കോഴിക്കോട് ടൗണിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഷാജിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഷാജി ഉൾപ്പെടെ ഇവരുടെ ബ്ലോക്ക് കമ്മിറ്റി ഉൾപ്പെടെ പല ബ്ലോക്ക് കമ്മിറ്റികളും ഞങ്ങൾക്ക് ഈ TV കൊടുക്കുന്നതിൽ പങ്കാളികളാകണം. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ നേരത്തെ ഉള്ള അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് പണം അയക്കണം. ആ പണം അയക്കും. അതും ഇതിലുണ്ട്. 12,000 രൂപ അതുപോലെ ചില അയച്ചവരുണ്ട്, 15,000 അയച്ചവരുണ്ട്, 20,000 അയച്ചവരുണ്ട്. അതൊക്കെ ഇതിൽ അയച്ചിട്ടുണ്ട്. ഈ പണം ഞങ്ങളുടെ DYFIയുടെ മറ്റൊരു ആക്ടിവിറ്റിക്കും ഞങ്ങൾ വിഡ്രോ ചെയ്യുന്നില്ല. ഇതിലെ വിഡ്രോവലിന്റെ എല്ലാം ഡീറ്റെയിൽസും ഇതിലുണ്ടല്ലോ, ഇതിലുണ്ട്, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആർക്കും പരിശോധിക്കാം. ഇത്ര 256 പേജുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ മുമ്പിൽ പ്രിന്റ് എടുത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പരിശോധിക്കാം. ഞങ്ങൾ പറഞ്ഞു, VD സതീശനോട് ഒരാളെ പറഞ്ഞയക്കണം നിങ്ങൾ, എന്നിട്ട് ഇത് പരിശോധിക്കണം. കാരണം ഒരു പുകമറ സൃഷ്ടിക്കരുത്. ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇത്രയും ട്രാൻസ്പെറന്റ് ആയി, ഇത്രയും സുതാര്യമായി ഇടപെട്ട് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയ സംഘടനയെ അവർ അഭിനന്ദിക്കണ്ട, ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഇത് ഇനി വരുന്ന യുവജന സംഘടനകൾക്ക് ഇനി ഒരു അപകടം ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിൽ ഇടപെടുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഇത്രയായിരിക്കും. അത് ആലോചിക്കണ്ടേ ഇവര്? ഇത്രയും രേഖകൾ മുൻനിർത്തി ഇത്രയും പണം പിരിച്ച് അത് ഏറ്റവും മാതൃകാപരമായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു സംഘടനയെ അവർ വീണ്ടും സംശയത്തിന് മുന്നിൽ നിർത്തുക. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ കോൺഗ്രസിന്റെ ഒരു വക്താവ് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഫോണിനിൽ മീഡിയ വൺ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെയും വരിക, അദ്ദേഹം അല്ലാതെയും പറയുന്നതാണ് കേട്ടത്. അതിൽ അദ്ദേഹം പറയാ, DYFI ഇത്രയൊന്നും പണം പിരിച്ചിട്ടില്ല, ഇത് കോർപ്പറേറ്റ് ഫണ്ടാണ് എന്ന്. നോക്കണം നിങ്ങൾ, എവിടേക്കാണ് ഇവർ ഈ കൺഫ്യൂഷൻ, ഇങ്ങനെ ഒരു പുകമറകൾ സൃഷ്ടിക്കുന്നത്? എല്ലാ രേഖകളും കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇനി സംശയമുണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ആർക്കും ചോദിക്കാം, അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്കൊക്കെ ചോദിക്കാം, ഞങ്ങളെ പണം കൊടുത്തിട്ടുണ്ടോ, ഞങ്ങളെ പണം എവിടുന്നാണ് വന്നത്, ഇനി അല്ല നിങ്ങൾ വന്നാൽ ഇപ്പൊ രേഖയും ഒക്കെ കയ്യിലുണ്ട്. എന്നിട്ടും ഇങ്ങനെ ചോദിച്ച് അന്തരീക്ഷത്തിൽ നുണകൾ കൊണ്ട് ഒരു മറ സൃഷ്ടിക്കാം എന്ന് കോൺഗ്രസ് ശ്രമിക്കുക. അതിന് കരുതുക അവര് അങ്ങനെ സൃഷ്ടിക്കാമെന്ന്. നുണകൾ കൊണ്ട് മറ സൃഷ്ടിച്ച് അവരുടെ നേരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്ന് കോൺഗ്രസ് കരുതിയാൽ അത് അവർക്ക് തെറ്റി. ഇനി കോൺഗ്രസിനോടാ ഞങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞങ്ങളുടെ രേഖകളൊക്കെ ഇങ്ങനെ കാണിച്ചല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ്, 2 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റ് വാ തുറന്നത്. പണം എവിടെ, ആപ്പെവിടെ, വീടെവിടെ കോൺഗ്രസേ എന്ന് ഈ നാട് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇപ്പൊ ഗത്യന്തരമില്ലാതെ കനകലുവോ മറ്റോ പറഞ്ഞു, ആ കണക്കെങ്കിലും അങ്ങ് പറഞ്ഞേക്ക്, എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. എന്നിട്ട് DYFIക്കാരെ കുറച്ച് തെറി പറഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിൽ ഒരു പുകമറയൊക്കെ സൃഷ്ടിച്ചു പോകാം എന്ന് അവർ കരുതി. പക്ഷേ നാട് വിട്ടോ, കോൺഗ്രസ്സുകാർ വിട്ടോ, ഇപ്പൊ MM കാരശ്ശേരിയെ പോലെയുള്ളവർ വിട്ടോ. 5.5 കോടി മാത്രമാണ് കിട്ടിയെന്നാണ് പറയുന്നത്. അതിന്റെ കണക്കൊക്കെ അവർ പറയട്ടെ. ഏതായാലും അവർ പറയാണ്, KPCCയുടെ പ്രസിഡന്റ്, ഞങ്ങൾക്ക് ഭൂമി വാങ്ങാൻ പോലും പണം കിട്ടിയിട്ടില്ല എന്ന്. ഞങ്ങൾക്ക് കുറച്ച് ചോദ്യമുണ്ട് ഈ കോൺഗ്രസിനോട്. ഒന്ന്, എന്തേ നിങ്ങൾക്ക് പണം കിട്ടാതിരുന്നത്? നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ 230 വീടിന് വേണ്ടി പണം പിരിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് DYFI പിരിച്ചതിന്റെ 1/4 പോലും സമാഹരിക്കാൻ പറ്റിയില്ല? നിങ്ങൾ ഈ സമൂഹത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല, നിങ്ങൾ പിരിച്ച പണം മുക്കിയതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതാണോ? നിങ്ങൾ പറയണ്ടേ? KC വേണുഗോപാൽ നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വലിയ ക്യാമ്പൊക്കെ നടത്തി വയനാട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ വീടെവിടെ, ആപ്പെവിടെ, പണം ഇത്ര പിരിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഭരണമില്ല, അതുകൊണ്ട് പണമില്ല. പറഞ്ഞില്ലേ? എന്നാൽ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, എല്ലാ ചാനലിലും, യൂട്യൂബിലും, FM-ലും, റോട്ടിലിറങ്ങിയാലും എല്ലാം ഇവരുടെ പരസ്യമുണ്ട്. വലിയ രീതിയിൽ പരസ്യം വരിക. അതിൽ തന്നെ വാഗ്ദാനങ്ങളുണ്ട്. അത് തന്നെ കേട്ടാൽ ചിരി തോന്നും. 3000 രൂപ കൊടുക്കും. ആളുകളോട് പറയാം, പെൻഷൻ 3000 കൊടുക്കും, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കും, KSRTCയിൽ സൗജന്യ യാത്ര. ഈ വയനാടിന്റെ പേരിൽ പണം പിരിച്ച് മുക്കിയവർക്ക് എങ്ങനെയാ ഈ ജനം ഈ വാഗ്ദാനങ്ങളൊക്കെ കേട്ട് വോട്ട് ചെയ്യുക? അവരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റൂ? ഇവർ പറയണ്ടേ? ഇതിലുള്ള പ്രശ്നം മറ്റൊന്നാണ്. ഇവർക്ക് പണം കിട്ടിയില്ല എന്നുള്ളത് ഒരു കാര്യം. പണം കിട്ടിയില്ല എന്ന് അറിഞ്ഞുകൊണ്ടും എന്തിനാണ് ദേശീയ നേതാക്കളെ ഉപയോഗിച്ച് ഇവർ തറക്കല്ലിട്ടത്?
മറുപടി പറ. സ്ഥലം വാങ്ങുന്നതിന്റെ പണം പോലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത കോൺഗ്രസ് എന്തിനാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇങ്ങനെ ഒരു തറക്കല്ലിടൽ നാടകം നടത്തിയത്? അതിന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ കൊണ്ടുവന്നത് എന്തിനാണ്? പറയട്ടെ. ഈ തറക്കല്ലിട്ട സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. സോണിയാഗാന്ധി വയനാടിന്റെ MP കൂടിയാണ്. അവർ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ വയനാടിന്റെ MP കൂടിയാണ്. ആ പ്രിയങ്ക ഗാന്ധി ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. പണമില്ലാതെ ഇങ്ങനെ തറക്കല്ലിടൽ മാമാങ്കം നടത്തി ജനങ്ങളെ വഞ്ചിച്ചതിന് ഈ കോൺഗ്രസിനെ വിശ്വസിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ വിശ്വസിച്ച് തറക്കല്ലിടാൻ ഞാൻ കൂട്ടുനിന്നു പോയി, അതുകൊണ്ട് നിങ്ങൾ മാപ്പാക്കണം എന്ന് പറയാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകണം. മറ്റൊന്ന്, ഇവരുടെ ആപ്പ് ഇപ്പോ കാണുന്നില്ല. ആപ്പ് മുക്കി. സാക്ഷാൽ VD സതീശൻ പറയുന്നത് ആപ്പ് മുക്കിയിട്ടില്ല എന്നായിരുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് VD സതീശൻ പറഞ്ഞ മറുപടി ഉണ്ട്. അത് ആവർത്തിച്ച് ഈ സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞ വീഡിയോ അത് ആപ്പ് കാണുന്നില്ലോ എന്നൊക്കെ. അത് ക്ലോസ് ചെയ്തു. അത് ആവശ്യമുള്ള പണമായി, അപ്പൊ ക്ലോസ് ചെയ്തു. ആയോ പണം? ഈ ആപ്പ് ഇവിടെ ഇവർ സുതാര്യതയ്ക്ക് വേണ്ടിയാണ് ആപ്പ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞല്ലോ. ആ ആപ്പ് VD സതീശൻ പറഞ്ഞു അത് അവർ തന്നെ ക്ലോസ് ചെയ്തതാണ്. എന്തിനാ അങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? ജനം അറിയണ്ടേ? അടിമുടി ദുരൂഹതയാണ്. പണം കിട്ടിയിട്ടില്ല, ആവശ്യത്തിന് പണമില്ല എന്നും പറയുന്നു. ഈ VD സതീശൻ ഞങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു വീട് പണി എന്തായി എന്ന്. തറക്കല്ലിട്ട് 10 ദിവസം കൊണ്ട് വീട് പണി തുടങ്ങും എന്ന് പറഞ്ഞതാ. നിങ്ങളോട് പറഞ്ഞു അവിടെ വീട് പണി തുടങ്ങി എന്ന്. പണമില്ലാത്ത കോൺഗ്രസ് എന്തിനാണ് വീട് പണി തുടങ്ങി എന്ന് ഈ സമൂഹത്തോട് നുണ പറഞ്ഞത്? അതും ഈ സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുള്ള ചോദ്യമാണ്. അങ്ങനെ നുണ പറഞ്ഞ് അവർ ഈ സമൂഹത്തെ വഞ്ചിക്കാൻ ശ്രമിച്ചു. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ DYFI അവിടേക്ക് പോയത്. ഞങ്ങൾ പോയി, നിങ്ങളും വന്നു, നിങ്ങളിൽ പലരും വന്നു. അവിടെ പണി തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, അതിനു വേണ്ട ഒരു ഒരുക്കവും അവർ നടത്തിയിട്ടില്ല. പിന്നെയാണ് മനസ്സിലാകുന്നത് പണമില്ലാതെ സ്ഥലം സ്വന്തമാവാതെ എങ്ങനെയാണ് പണി തുടങ്ങുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ ജനത്തോട് നിങ്ങൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പറയേണ്ടതും ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ കോൺഗ്രസ് ഉഡായിപ്പ് കോൺഗ്രസ് ആണ്. ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന കോൺഗ്രസ് ആണ്. നുണ പറഞ്ഞ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവരാണ്. ഇവരെ ഈ ജനം തിരിച്ചറിയണം, മനസ്സിലാക്കണം, ഇവരെ അകറ്റി നിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.